ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 1 മിനിറ്റിൽ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ട് 5 മിനിറ്റിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്ന നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള 4 ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ശരിക്കും ഇതിനകത്ത് നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല, വളരെ സിമ്പിളായിട്ട് ഓവനൊന്നും ഇല്ലാതെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് കുക്കറോ ഇഡ്ഡലി പാത്രമോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ബിരിയാണിയൊക്കെ വെക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒന്നുകിൽ ഉപ്പ് അതല്ലെങ്കിൽ മണലൊന്ന് വെതറി കൊടുക്കാൻ വേണ്ടി നോക്കുക. കാരണം നമ്മളിത് പേപ്പർ കപ്സിനകത്താണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മണലോ അതല്ലെങ്കിൽ ഉപ്പോ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലൊരു തട്ട് വെച്ച് കൊടുക്കാം. ഇത് കയ്യിലില്ലെങ്കിൽ ചട്ടിയുടെയൊക്കെ അടിയിൽ വെക്കുന്ന റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇഡ്ഡലി പാത്രത്തിനകത്തൊക്കെ ഉള്ളൊരു തട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുത്താലും മതി. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പേപ്പർ കപ്സിനകത്താണ് നമ്മളിത് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പേപ്പർ കപ്പ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല കട്ടിയുള്ള പേപ്പർ കപ്പ്, അതായത് ഒത്തിരി കനം കുറഞ്ഞ കപ്പ് ഒരിക്കലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കട്ടിയുള്ള പേപ്പർ കപ്പ് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഇൻ കേസ് പേപ്പർ കപ്പ് കയ്യിലില്ലാത്തവർക്ക് വീട്ടിൽ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന ഇതുപോലുള്ള സെറാമിക് കപ്സ് എന്തായാലും ഉണ്ടാവുമല്ലോ, അതിനകത്തും ഈ റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ബാറ്റർ സെപ്പറേറ്റ് ബൗളിനകത്തൊന്നും മിക്സ് ചെയ്യേണ്ട, ഇതേ കപ്പിനകത്തോട്ട് തന്നെ 1 മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം വാനില കപ്പ് കേക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്യാം. പിന്നെ ഒരിത്തിരി വാനില പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 പിഞ്ച് ഉപ്പാണ്. ഇത്രയും ചേർത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 2 പിഞ്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരിക്കലും അളവ് കൂടുതൽ ഉപയോഗിക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ഫ്ലോറാണ് ആഡ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ സ്പൂണോ വിസ്കോ അതല്ലെങ്കിൽ ജസ്റ്റ് ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ വാനില കപ്പ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതുപോലെ തറയിലൊന്ന് തട്ടിക്കൊടുത്തിട്ട് എയർ ബബിൾസ് ഒന്ന് റിമൂവ് ചെയ്ത് നമുക്കിത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അടുത്ത് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണ് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ വിനെഗറാണ്. പിന്നെ ഒരു ഇത്തിരി ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യാം. വാനില എസൻസോ അതല്ലെങ്കിൽ വാനില പൗഡറോ 2 പിഞ്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് വെൽവെറ്റ് കപ്പ് കേക്കിനുള്ള ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തറയിൽ വെച്ച് തട്ടിയിട്ട് നമുക്കത് അങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി വെക്കാം. അടുത്തത് കോഫി കേക്കാണ്. ഇതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ഇതിനകത്തോട്ടേക്ക് 1/2 ടീസ്പൂൺ വിനെഗർ, 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കോഫി പൗഡർ, 1 ടീസ്പൂൺ ചെറു ചൂടുള്ള വെള്ളമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഫ്ലോർ ചേർത്ത് കൊടുക്കുന്ന അളവെന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് കൂടി ആഡ് ചെയ്യാം. ജസ്റ്റ് തറയിൽ വെച്ച് തട്ടി എയർ ബബിൾസ് റിമൂവ് ചെയ്ത് നമുക്കിത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തത് ബനാന കപ്പ് കേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു ചെറുപഴം ജസ്റ്റ് ഫോർക്കോ അതല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 പിഞ്ച് ഒരിത്തിരി വാനില പൗഡർ അഥവാ വാനില എസൻസ്, 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണിനടുത്ത് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂണിനടുത്ത് നമ്മുടെ വിനെഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഇത്തിരി ടൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസസ് ഒക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ജസ്റ്റ് തറയിൽ വെച്ച് തട്ടിക്കൊടുക്കാം. നമുക്കിത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ 4 കപ്പ് കേക്ക് ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രവും നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നമ്മുടെ
പേപ്പർ ഗ്ലാസ് ഇതുപോലെ ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾ ജസ്റ്റ് തുണി വെച്ചിട്ട് കവർ ചെയ്യാം, അതല്ലെങ്കിൽ ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നെങ്കിൽ നന്നായിട്ട് ചൂട് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ വെള്ളം വീണ് ചീത്തയാവുകയില്ല. അടച്ചു വെച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് മാത്രം, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോരുത്തരും ഫ്ലെയിം വെക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ 6-7 മിനിറ്റ് എടുക്കും, എന്നാലും മാക്സിമം ഒരു 7 മിനിറ്റിനുള്ളിൽ ഈ ഒരു കേക്ക് ബേക്കായി കിട്ടും. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിനകത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ മൈക്രോവേവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് 950 വാട്ട്സിനകത്ത് ഒരു 50 സെക്കൻഡ് മാത്രം ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഓവനായിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ജസ്റ്റ് ഒരു 5-6 മിനിറ്റിനകത്ത് ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഫോയിലൊക്കെ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ബേക്ക് ആയിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇത്തിരി സമയം മാത്രം കൂടുതൽ വെക്കുക, അതില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പെട്ടെന്ന് റെഡിയാവുന്ന കപ്പ് കേക്ക്സ് ആണിത്. 5 മിനിറ്റ് 6 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയായി കിട്ടും. ഇത് നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട്, കണ്ടില്ലേ, സ്റ്റിക്ക് നന്നായിട്ട് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ പാത്രത്തിനകത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി കപ്പ് കേക്ക്സൊക്കെ നമുക്ക് ഇതിനകത്തു നിന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ശരിക്കും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് എല്ലാ കേക്ക്സും കിട്ടുക. നമ്മൾ മുട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. ഞാൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ്, നല്ല പഞ്ഞി പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വാനിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പ് കേക്ക് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഗ്ലാസിൻ്റെ ആ ഒരു കട്ടിയുണ്ടോ, നല്ല കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ മുറിച്ചെടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള പേപ്പർ ഗ്ലാസ് തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നല്ല പഞ്ഞി പോലെ നമ്മുടെ വാനില കപ്പ് കേക്കും റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് റെഡ് വെൽവെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെഡ് വെൽവെറ്റ് പൊതുവേ നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിന് മുകൾ ഭാഗത്ത് ചെറിയൊരു ക്രാക്സ് വീണിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ബേസ് കേക്കൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മുടെ കോഫി കേക്ക് കൂടി ഒന്ന് ചെയ്ത് നോക്കാം. കോഫി കേക്കിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചധികം ക്രാക്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. നല്ല പഞ്ഞി പോലെ തന്നെയാണ് ഇതും കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് തൊടുമ്പം തന്നെ എനിക്ക് മനസ്സിലാവുന്നത് അത്രയധികം സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഞാനൊന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കോഫി കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 4 കേക്ക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് നമ്മൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് 5 മിനിറ്റ് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ക്രീം ഫില്ലിങ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്രീമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഈ ക്രാക്ക് വന്ന ഭാഗം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹോം മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ബട്ടർ ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. ആ ഒരു ബട്ടർ ക്രീം ജസ്റ്റ് അതിനകത്ത് കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ട് ആ ഒരു ക്രീം തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന ജസ്റ്റ് വാനില ഫ്ലേവേർഡ് ക്രീമായിരുന്നു. അതിനകത്ത് കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് സ്പ്രിങ്കിൾസ് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ചോക്ലേറ്റ് കോഫി കേക്ക് കാണാൻ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് വെൽവെറ്റിനകത്ത് ഞാൻ വേറെ ഫില്ലിങ്സ് ഒന്നുമില്ല, ജസ്റ്റ് വാനില ഫ്ലേവർ മാത്രമുള്ള ക്രീമാണ് ജസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി റെഡ് കളറുള്ള റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് റെഡ് കളറുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ് മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബനാന കപ്പ് കേക്കാണ്. അതിനകത്ത് ഇതുപോലെ ക്രീം ചെയ്തതിന് ശേഷം നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ബനാനയും ചോക്ലേറ്റ് ഫ്ലേവറും കൂടി ഒരു നല്ല കോമ്പിനേഷനാണ്. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് നമ്മുടെ വാനില സിമ്പിൾ വാനില കപ്പ് കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സ്പ്രിങ്കിൾസ് നമുക്ക് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം. അപ്പോൾ സ്പ്രിങ്കിൾസ് ഹോം മെയ്ഡൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 4 കേക്ക്സും നമ്മുടെ കോഫി കേക്ക്, അതുപോലെ ബനാന കേക്ക്, റെഡ് വെൽവെറ്റ് കേക്ക്, വാനില കേക്കൊക്കെ നല്ല അടിപൊളി നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യും. നമ്മൾ ജസ്റ്റ് ആ പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. കറക്റ്റ് 5 മിനിറ്റിൽ ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ മൈക്രോവേവ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും 50 സെക്കൻഡിനകത്ത് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.